കുഞ്ഞേ മാങ്ങാ പീസിന് വേണ്ടി 1.5 മണിക്കൂർ ചെലവഴിച്ച കഥയാണ് ഗൈസ് ഇത്. കേൾക്കാം. നട്ടുച്ചയ്ക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ചെക്കന്മാർ വന്ന് വെച്ചാൽ നല്ല മൂവാണ്ട മാങ്ങ ഇടിച്ച് ഉപ്പും മുളകിട്ട് കഴിക്കാനുണ്ടോന്ന് പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി പുറത്തു. അങ്ങനെ മാങ്ങാ പൊട്ടിക്കൽ വിദഗ്ധന്മാർ ഇവിടെ മതിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം ഇനം കുരങ്ങാണ് ഗൈസ്. നമ്മുടെ ഹെൽപ്പർ നേഹുവാണെങ്കിൽ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി ഒരു യമണ്ടൻ കല്ലും പിടിച്ചാണ് നടപ്പ്. ഇങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മുടെ മാങ്ങ കയ്യിലെത്തി ഗൈസ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില മാങ്ങാ കൊതിച്ചുകളും മാങ്ങ കൊതിയന്മാരും കാരണം നമ്മുടെ ഇരിക്കാനുള്ള മാങ്ങയുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് വന്നു. അപ്പൊ നമ്മൾ മാങ്ങ എടുത്ത് നേരെ വീട്ടിലോട്ട് വിട്ടേ. പിന്നെ ഈ 2 മണി നേരം നട്ടുച്ചയ്ക്ക് എന്നെ പോലെ ഈ പാടത്ത് വന്ന് നിൽക്കുന്ന സൈക്കോകളാണ് നിങ്ങളെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഇടുക ഗൈസിൽ കരിഞ്ഞു പോകും. ഇനി കിട്ടിയ മാങ്ങകൾ മസാല തേച്ച് പിടിപ്പിച്ച് 3-4 കവറിലായി സേഫായി കെട്ടി അടിക്കാൻ കൊണ്ടുപോയേ. ഇതാണ് നോർമൽ അടി. അടുത്തതായി അശ്വതി അവതരിപ്പിക്കുന്നു തിരുമ്പുമ്പോൾ അല്ലെങ്കിൽ അലക്കുമ്പോൾ ഉള്ള അടി. അവസാനമായി അമ്മിയെടുത്തുള്ള അടി. അങ്ങനെ ഇടിച്ച മാങ്ങ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇടിച്ച മാങ്ങയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ ഇത്രയും പേരാണ്. മാങ്ങയാകുള്ളതാണ് ഒരു പ്ലേറ്റും. മാങ്ങ എന്താവുന്നുള്ള ടെൻഷനോടുവിൽ എനിക്കും കിട്ടിയ ഗൈസ് അവസാനം ഒരു പീസ് മാങ്ങ.